Hello friends, welcome back to English Improvement class. Let's go to the third poem, that is Sunrise on the Hills, written by H W Longfellow. Henry Wordsworth Longfellow was an influential American poet, translator and professor at Harvard University. He was considered as the best of all American poets during his lifetime. അമേരിക്കൻ പോയറ്റ്, ട്രാൻസ്ലേറ്റർ, പ്രൊഫസർ എന്നീ നിലകളിൽ പ്രശസ്തനായ HW ലോങ്ഫെല്ലോ അക്കാലത്തെ ഏറ്റവും നല്ല കവി എന്നറിയപ്പെട്ടിരുന്നു. കവിത എഴുതുന്നതിനു വേണ്ടി മാത്രം കുറച്ചുനാൾ തൻ്റെ തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കുക വരെ ചെയ്തു. വോൾട്ട് വിറ്റ്മാനെ പോലുള്ള പ്രമുഖരായ എഴുത്തുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഹിസ് വർക്ക്സ് ബ്രിങ് നത്തിങ് ഒഫെൻസീവ് ഓർ ന്യൂ, ഹി കംസ് ആസ് ദ പോയറ്റ് ഓഫ് ഓൾ സിംപത്തറ്റിക് ജെന്റിൽനെസ്. സാഹിത്യത്തെ സമൂഹത്തിന് നന്മ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം കണ്ട ഒരു മഹാനായ വ്യക്തിയാണ് HW ലോങ്ഫെല്ലോ. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ലിറിക് which praises and glorifies nature. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിത പ്രകൃതിയിലെ നയനമനോഹരമായ കാഴ്ചകൾ വായനക്കാരൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തുന്നതിൽ ഏറെ വിജയിച്ചിട്ടുണ്ട്. The poem presents the experience of the poet as he watches the sunrise amidst the hills. Nature has always been a source of shelter and comfort to man. Our sorrows are lessened and our joys doubled when we enjoy the beauty of nature. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് മനോഹരമായ പ്രഭാതത്തെ ആസ്വദിക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ഇല്ലാതാക്കാനും മനുഷ്യ മനസ്സുകളിലേക്ക് സാന്ത്വനവും ആശ്വാസവും പകരാനുള്ള പ്രകൃതിയുടെ കഴിവിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കവി ഈ കവിതയിലൂടെ ചെയ്യുന്നത്. ദി സമ്മറി ഓഫ് ദ പോയം. ദ പോയറ്റ് വാച്ചസ് ദ എൻചാൻറ്റിംഗ് ബ്യൂട്ടി ഓഫ് സൺറൈസ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ഹിൽ. പ്രഭാത സൂര്യൻ്റെ മനം മയക്കുന്ന കാഴ്ച ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിക്കുകയാണ് കവി. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പോകുമ്പോൾ കുന്നിൻ മുകളിൽ നിന്നുള്ള ഒരു സൂര്യോദയം കണ്ട ഫീലാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. The first rays of the sun come in through the heaven's wide arch. Horizon, അതായത് ചക്രവാളത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് the heaven's wide arch, സ്വർഗീയ കവാടമാണ്. നമുക്കറിയാം, സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് സൂര്യപ്രകാശം തട്ടി ഹൊറൈസൺ ഇങ്ങനെ വെട്ടി തിളങ്ങുകയായിരിക്കും. ദ വുഡ്സ് ബ്രൈറ്റൻ അപ്പ്. ദ വുഡ്സ് മീൻസ് ഫോറസ്റ്റ്. ഇരുൾമൂടി കിടക്കുന്ന കാട്ടിൽ വൃക്ഷത്തലപ്പുകളിലേക്ക് സൂര്യകിരണങ്ങളിങ്ങനെ പതിക്കുമ്പോൾ അവ വെട്ടിത്തിളങ്ങുന്ന കാഴ്ച. ദ സോഫ്റ്റ് വിൻഡ്സ് മൂവ് ജെന്റ്ലി ആൻഡ് റിഫ്രഷ് ഹിം. ആ സ്വർഗീയ നിമിഷങ്ങളിൽ ഇളം കാറ്റ് മെല്ലെ അദ്ദേഹത്തെ തഴുകി തലോടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, സാന്ത്വനം, അത് അനിർവചനീയമാണ് എന്ന് കവി പറയുന്നു. ദ ഹോസ്റ്റ്സ് ഓഫ് ദ നൈറ്റ് സ്കൈ, ദാറ്റ് ഈസ് ദ ക്ലൗഡ്സ്, ആർ അഷെയിംഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ദ സൺ. രാത്രിയിലെ ആകാശം, അവിടുത്തെ ആതിഥേയരാണ് ക്ലൗഡ്സ്. സൂര്യനെ മറച്ചുകൊണ്ട് ആകെ ഇരുട്ട് പരത്തി നിൽക്കുന്ന ക്ലൗഡ്സ് സൂര്യകിരണങ്ങൾ വരുന്നതോടുകൂടി മെല്ലെ മെല്ലെ തോറ്റ് പിൻവാങ്ങുന്ന കാഴ്ച. സൂര്യൻ്റെ തേജസ്സോടെയുള്ള വരവ്, അത് കാണുമ്പോൾ കാർമേഘങ്ങൾ ഓടിയൊളിക്കുന്നത് യുദ്ധം ജയിക്കുന്ന ജേതാവായി സൂര്യനെയും തോറ്റോടുന്ന പടയാളികളായി കാർമേഘങ്ങളെയും ചിത്രീകരിക്കുകയാണ് കവി. എ ലിറ്റിൽ ലേറ്റർ ദ സൺ ബ്രൈറ്റൻസ് ദ ഹോൾ വാലി. ദ വാലി ഈസ് ഔസം. ഉയർന്ന മലനിരകളിലും മരങ്ങളിലുമെല്ലാം പതിച്ച ശേഷം സൂര്യകിരണങ്ങൾ താഴ്വാരങ്ങളിലേക്ക് എത്തി നോക്കുകയാണ്. അതോടുകൂടി പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളാൽ താഴ്വാരം വെട്ടിത്തിളങ്ങുന്നു. The morning glory is then crowned
by the beautiful and pleasant sounds of nature. ഒന്നാമത്തെ സ്റ്റാൻസ മുഴുവനും സൂര്യപ്രകാശം പ്രകൃതിയിൽ വരുത്തുന്ന അദ്ഭുതമായ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിലെത്തുമ്പോഴേക്കും സൂര്യോദയത്തെ തുടർന്ന് പ്രകൃതിയിലുണ്ടാകുന്ന മനോഹരമായ ശബ്ദങ്ങളെ നമുക്ക് മുന്നിൽ ചിത്രീകരിക്കുന്നു. The birds of the valley chirp and sing, and the village bells ring to show the hectic life of the villagers. The bittern and the wild horn fly past the valley, making nature immensely enjoyable. പ്രകൃതിയിലെ വിവിധങ്ങളായ ശബ്ദങ്ങളും ചലനങ്ങളും ചിത്രീകരിക്കുന്നതിൽ കവി വിജയിച്ചിരിക്കുന്നു. കണ്ണിനും കാതിനും മനസ്സിനും ഉണർവേകാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയെ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് പ്രകൃതിയോടിണങ്ങി ആസ്വദിച്ച് നടത്തുന്ന വിശദീകരണമായതുകൊണ്ടാവാം ഈ കവിത വായനക്കാരൻ്റെ മനസ്സിലും പ്രഭാതത്തിൻ്റെ സൗന്ദര്യവും ഊർജവും നിറയ്ക്കാൻ പര്യാപ്തമാണ് ഈ കവിത. The poet who gets carried away by the beauty of nature, however, plans to prescribe a medicine for man's sorrows. He exhorts us to go and enjoy the bliss of nature when tired of the cares and worries of life. സുന്ദരമായ ഒരു പ്രകൃതി വർണ്ണന നടത്തിയ ശേഷം he tries to spiritualize nature. മനുഷ്യൻ്റെ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും എല്ലാം പരിഹാരമായി പ്രകൃതിയെ ചൂണ്ടിക്കാണിക്കുകയാണ് കവി. അദ്ദേഹം പറയുന്നു, If you have tensions and worries, go to the woods. പ്രകൃതിയിലേക്ക് മടങ്ങൂ. പ്രകൃതി മനോഹരമായ ഒരു കാഴ്ച ഉള്ളു നിറഞ്ഞ് ആസ്വദിക്കുക. നിങ്ങളുടെ വിഷമം എങ്ങോ പോയി മറയുന്നതായി കാണാം. Nature is such a healer of all our pains and sorrows. ശരിയല്ലേ? മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് മുറ്റത്തേക്കിറങ്ങി പാറിപ്പറക്കുന്ന പൂമ്പാറ്റയെയോ ഓടി നടക്കുന്ന അണ്ണാറക്കണ്ണനെയോ തുമ്പിയെയോ മധുര സംഗീതം പൊഴിക്കുന്ന പക്ഷികളെയോ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. അപ്പോഴറിയാം പ്രകൃതിയുടെ സൂപ്പർ പവർ ടു ഹീൽ അവർ വറീസ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിത. കവിതയുടെ ആസ്വാദനത്തിൻ്റെ രണ്ടാം ഭാഗം എന്താണത്? പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ്. The poet makes use of several poetic devices to praise the beauty of nature and glorify nature. സൂര്യോദയത്തിൻ്റെയും പ്രകൃതിയുടെയും വർണ്ണനകൾ അതോടൊപ്പം പ്രകൃതിയെ മഹത്വവൽക്കരിക്കുന്നതും നാം ഈ കവിതയിലൂടെ കണ്ടു. ഇതെല്ലാം സാധിച്ചിരിക്കുന്നത് വിവിധങ്ങളായ പോയറ്റിക് ഡിവൈസസിലൂടെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് സീ the sound effects. The feelings of the poet are expressed in a smooth flow of words with a musical touch. കവിത ആദ്യം മുതൽ അവസാനം വരെ ഒരു ഒഴുക്കോടുകൂടി ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റും നമുക്ക്. വളരെ റിഥമിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റോട് കൂടി ഇങ്ങനെ വായിച്ചു പോയാൽ we can enjoy the poem. It's the power of rhyme and rhythm used by the poet. The alternate lines rhyme and the entire poem reads like a series of couplets. കവിതയുടെ ഈ രണ്ട് ലൈൻസ് പരസ്പരം റൈം ചെയ്തങ്ങനെ പോവുകയാണ് അവസാനം വരെ. ജസ്റ്റ് ലൈക്ക് എ സീരീസ് ഓഫ് കപ്ലെറ്റ്സ്. ദ യൂസ് ഓഫ് എൻട്രൈം, അലിട്രേഷൻ ആൻഡ് ടെസണൻസ് ഇൻ ദ പോം എൻഹാൻസസ് ഇറ്റ്സ് ലിറിക്കൽ ക്വാളിറ്റി. മനസ്സിനെ മയക്കുന്ന പ്രകൃതി കാഴ്ചകൾ വർണ്ണിക്കുന്നതോടൊപ്പം കവിത ഇമ്പമേറിയതാക്കാനും കവി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നൗ, figures of speech. We know that figures of speech decorate a poem and give a clearer picture to the readers. കവിതയുടെ മനോഹാരിത കൂട്ടുന്നതോടൊപ്പം വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആശയങ്ങൾ വളരെ പെട്ടെന്ന് ഏറ്റവും ക്ലിയറായി എത്തിക്കാനാണ് പോയറ്റിക് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് സിമിലി, മെറ്റഫർ, transferred epithet, personification. Simile. Example, clouds shone like horse in the battle overthrown. യുദ്ധത്തിൽ തോറ്റോടുന്ന
പടയാളികളോടാണ് സൂര്യപ്രകാശം വരുമ്പോൾ പിൻവാങ്ങുന്ന ക്ലൗഡ്സിനെ ഉപമിച്ചിരിക്കുന്നത്. മെറ്റഫർ. ഹെവൻസ് വൈഡ് ആർച്ച്. ഹൊറൈസൺ ചക്രവാളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹെവൻസ് വൈഡ് ആർച്ച്. സ്വർഗീയ കവാടമാണ് ഹൊറൈസൺ. ദെൻ veil of cloud. Metaphorical images are used in these two expressions. Transferred epithet is used in noisy bittern wheeled his spiral way. Personification is used sun's returning march. Soft gale kissing the valley. Soldiers used to march. Persons used to kiss. So these qualities are given here to sun and soft gale. Hence, personification is used. Images. The poem is built on a military image. There are two armies which meet, the all-powerful sun and clouds, which are many in number. The clouds are the host and the sun the invader. The sun wins and makes a winning march in the sky. Everything else fades in the sun's glory. ഒരു മിലിറ്ററി ഇമേജാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ആർമീസ് മീറ്റ് ചെയ്യാണ്. ആരൊക്കെയാണ് 2 ആർമീസ്? വൺ ഈസ് എ വൺ മാൻ ആർമി, ദാറ്റ് ഈസ് ദ ആൾ പവർഫുൾ സൺ. ഓപ്പോസിറ്റ് എൻഡിൽ ആരാണ്? ക്ലൗഡ്സ്, which are many in number. So here occurs a clash between power and number, and power wins, sun wins. The clouds are beaten and the sun makes a winning march in the sky. Everything else fades in the sun's glow. സൂര്യപ്രകാശത്തിൽ മറ്റെല്ലാം നിഷ്പ്രഭമായിരിക്കുകയാണ്. എന്ത് നല്ല ചിത്രീകരണം! ഒരു മിലിറ്ററി ഇമേജിലൂടെ സൂര്യോദയത്തെക്കുറിച്ച് ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ചിടാനായിട്ട് കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. The poem is full of sights, sounds and movements. കവിത മുഴുവനും കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും ചലനങ്ങളുടെയും അത്ഭുത പ്രപഞ്ചമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. The poet paints a verbal picture of hills and the valley at sunrise. വാക്കുകൾ കൊണ്ട് മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടിരിക്കുകയാണ് കവി. The first stanza abounds in visual imagery. The second has various auditory images, and the presence of kinesthetic images adds beauty to the entire poem. കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പം പകർന്നുകൊണ്ടുള്ള അതിമനോഹര ചിത്രീകരണമാണ് കവി നിർവഹിച്ചിരിക്കുന്നത്. Now the symbols used. The birds like bittern, owl, etc. symbolize the richness of the flora and fauna in the hills and valleys. The sun is symbolic of the warmth, love and pleasure provided by nature. The music of the village bell symbolizes the human activity in the village. ഒരുപാട് സിംബൽസ് ഉപയോഗിക്കുക വഴി കവിതയുടെ അർത്ഥവ്യാപ്തി കൂട്ടാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പക്ഷികളും അവയുടെ ശബ്ദവും നിബിഡമായ വനവും എല്ലാം സൂചിപ്പിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ജൈവ വൈവിധ്യത്തെയാണ്. ആക്ച്വലി ദ സൺ ഈസ് സിംബോളിക് ഹിയർ. പ്രകൃതി പകരുന്ന സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും സന്തോഷത്തിൻ്റെയും സിംബലാണ് സൺ. The music of the village bell symbolizes human activity in the village. ആ ഗ്രാമത്തിലെ മനുഷ്യ സാന്നിധ്യം സൂചിപ്പിക്കാനാണ് വില്ലേജ് ബെൽസിൻ്റെ സൗണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. Structure of the poem. All the 3 stanzas vary in length. They are written in rhyme and rhythm. The first stanza has 18 lines, the second has 12 lines and the third has only 6 lines. 3 stanzas. First stanza 18 lines, second stanza 12 lines, third stanza 6 lines. The poet tries to maintain rhyme and rhythm in order to add the musical quality of the poem.
പ്രകൃതിയെക്കുറിച്ച് വളരെ മോറലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് തരുന്നത് ലാസ്റ്റ് 6 ലൈൻസിലൂടെയാണ്. ദോ ബ്രീഫ്, ദി 6 lines are full of meaning. പ്രകൃതി ഒരു മാന്ത്രിക മരുന്ന് തന്നെയല്ലേ? എ റെമഡി ഫോർ ഓൾ അവർ ഡിസീസസ്. സോ പ്ലീസ് റിട്ടേൺ ടു ദ ലാപ്പ് ഓഫ് നേച്ചർ ടു സൂത്ത് യുവർ സോൾസ്. ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും പകരാനുള്ള പ്രകൃതിയുടെ മാന്ത്രിക കഴിവിനെക്കുറിച്ച് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂഡ് ആൻഡ് ടോൺ ഓഫ് ദ പോം. ആക്ച്വലി ലാസ്റ്റ് 6 ലൈൻസിൽ കവി പറയുന്നുണ്ട്, വെൻ യു ആർ വറീഡ് ഓർ ടെൻസ്ഡ്, ഗോ ടു ദ വൂഡ്സ് ആൻഡ് ഓൾ യുവർ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കവി അദ്ദേഹത്തിൻ്റെ വിഷമകരമായ ഒരു മൊമെൻറ്റിൽ ഒരു കുന്നിൻ ചെരുവിൽ പോയിരിക്കുകയാണ്. സൂര്യോദയത്തിൻ്റെ മാസ്മരികതയിൽ അങ്ങനെ ലയിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും പമ്പ കടന്നു. അദ്ദേഹം ആനന്ദ നിർവൃതിയിൽ ആറാടുകയും ചെയ്തു. സോ we can say that the poet appears to be in an elated mood. The speaker appears to be in a didactic tone. The message of the poem. The message is a preventive to man who falls into depression. Our heart must not faint and soul must not sleep. Nature heals our wounds and rejuvenates us. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിഷമിച്ച് മനസ്സ് തകർക്കേണ്ട ആവശ്യമില്ല. പ്ലീസ് ഗോ ബാക്ക് ടു ദ ലാപ്പ് ഓഫ് നേച്ചർ. പ്രകൃതി നമ്മുടെ എല്ലാ വിഷമങ്ങളെയും എല്ലാ മുറിവുകളെയും ഉണക്കിക്കളയുകയും നമുക്ക് ഒരു നവോന്മേഷം പകരുകയും ചെയ്യും. പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിച്ചങ്ങനെ ഇരുന്നാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും അകന്നു പോവും, നമുക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കും എന്ന മെസ്സേജാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. Relevance of the poem. The poem praises the beauty of nature and glorifies it, a theme so relevant at any time. ഏത് കാലത്തും റെലവൻ്റായ ഒരു തീം തന്നെയാണിത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പോം സൺറൈസ് ഓൺ ദ ഹിൽസ്. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു കവിത എന്നതിലപ്പുറം നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ആശ്വാസവും പകരാൻ കഴിയുന്ന സുന്ദരമായ ഈ കവിത എല്ലാവരും ശരിക്ക് വായിച്ച് ആസ്വദിക്കുക, ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. ഒപ്പം പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. ആൻഡ് ട്രൈ ടു റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദിസ് പോം ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ? ആൻഡ് പ്ലീസ് ഫീൽ ഫ്രീ ടു മേക്ക് യുവർ കമൻറ്റ്സ് ആൻഡ് സജഷൻസ്. ഇനി നമുക്ക് 2 കവിതകളും കൂടിയാണ് +1 കോഴ്സ് ബുക്കിലേതായിട്ട് പഠിക്കാനുള്ളത്. 2 ദിവസം കൊണ്ട് നമ്മൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കവിതകളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ കൂടെ നിന്ന് നന്നായി പഠിക്കുക. നല്ല മാർക്കോടുകൂടി നമുക്ക് പാസ്സാവാം. സോ സീ യു ടുമോറോ വിത്ത് ദ നെക്സ്റ്റ് പോം. ടിൽ ദെൻ, ബൈ.